everyone, so once again welcome back to my YouTube channel. So Lakshmi here. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തംബ്നെയിലിൽ കണ്ട പോലെ മെൻസ്ട്രൽ ഹൈജീനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോയിലോട്ട് എല്ലാവർക്കും സുസ്വാഗതം. മെൻസ്ട്രുവേഷൻ എന്നുള്ളതാണ് ഞാൻ ആദ്യം പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ മെൻസ്ട്രുവേഷൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗേൾസിന് നമ്മളുടെ യൂട്രസിന്റെ അകത്തൊരു ലൈനിങ് ഉണ്ട്. ആ ലൈനിങ്ങിന്റെ പേരാണ് എൻഡോമെട്രിയം. അപ്പൊ ഈ എൻഡോമെട്രിയം ഷെഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മെൻസ്ട്രുവേഷൻ എന്ന് പറയുന്നത്. ഇത് എപ്പോഴാണ് നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മന്ത്ലി ആണ്. അപ്പൊ ഇത് മന്ത്ലി നടക്കുന്നത് എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓവറി ഉണ്ടല്ലോ, ഈ ഓവറിയിൽ നിന്ന് നമുക്ക് ഓവം അതായത് എഗ് റിലീസ് ചെയ്യും. ഈ റിലീസ് ചെയ്ത എഗ് അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കും. അപ്പൊ ഇപ്പൊ ഫെർട്ടിലൈസേഷൻ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ യൂട്രസിൽ വന്ന് അത് ഷെഡ് ചെയ്യും. അപ്പൊ അത് ബ്ലീഡിങ് ആയിട്ട് ഗേൾസിന് വജൈനയിലൂടെ പുറത്തു പോകും. അതാണ് മെൻസ്ട്രുവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ പുറത്തു പോകുന്ന സമയത്ത് എന്ന് പറയുന്നത് നമ്മളുടെ ഈ എഗ് പോവും, പിന്നെ എന്താ പറയുന്നത് എൻഡോമെട്രിയൽ ലൈനിങ് പോവും, അങ്ങനെ പോവും. ഓക്കെ, അതാണ് ഈ മെൻസ്ട്രുവേഷൻ എന്ന് പറയുന്നത്. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് എന്താന്ന് പറഞ്ഞാൽ ഇപ്പൊ മെൻസ്ട്രൽ ഹൈജീൻ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഗുണങ്ങളെ പറ്റിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ മെൻസസിന്റെ ടൈമിലും ഒക്കെ നമുക്ക് ഗേൾസിന് എന്ന് പറയുന്നത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ നമ്മൾ ഈ മെൻസ്ട്രൽ ഹൈജീൻ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ UTI അങ്ങനത്തെ സംഭവങ്ങളൊന്നും നമുക്ക് എന്തായാലും ഉണ്ടാവില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഗേൾസിന് എന്തായാലും റിലേറ്റ് ആവും. എന്താന്ന് പറഞ്ഞാൽ ആ ടൈമിൽ നമുക്ക് ഭയങ്കര ഒരു ഡിസ്കംഫർട്ട് ആയിരിക്കും, ശരിയല്ലേ? അപ്പൊ നല്ലൊരു ഡിസ്കംഫർട്ട് ആയിരിക്കും. പിന്നെ എന്താ പറയുന്നത് നമുക്ക് ഭയങ്കര മൂഡ് സ്വിങ്സ് ഉണ്ടാവും, ഭയങ്കര ക്രാംസ് ഉണ്ടാവും, അല്ലേ? അപ്പൊ നമ്മൾ ഈ ഹൈജീൻ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കംഫർട്ട് ഫീൽ കിട്ടും. ഓക്കെ, അപ്പൊ അതിനും കൂടിയിട്ടാണ് നമ്മൾ മെൻസ്ട്രൽ ഹൈജീൻ ഫോളോ ചെയ്യുന്നത്. ഇതിനെക്കാട്ടും ഒരുപാട് ഗുണങ്ങളുണ്ട്. ഞാൻ 2 മെയിൻ കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമുക്കിനി അടുത്ത തന്നെ ടിപ്സിലോട്ട് കടന്നാലോ. ടിപ്പ് നമ്പർ 1, ചൂസ് ദി റൈറ്റ് പ്രോഡക്റ്റ്. അതായത് ഈ പീരിയഡ്സിന്റെ സമയത്ത് നമുക്ക് ഒരുപാട് പ്രോഡക്ട്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സാനിറ്ററി നാപ്കിൻസ്, അല്ലെങ്കിൽ ടാംപോൺസ്, നമുക്ക് മെൻസ്ട്രുവൽ കപ്പ്, അങ്ങനെ ഒരുപാട് പ്രോഡക്ട്സ് അവൈലബിൾ ആണ്. അപ്പൊ ഓരോരുത്തർക്ക് ഓരോരുത്തരുടേതായ കംഫർട്ടായ പ്രോഡക്ട്സ് ഉണ്ട്. ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാ ഗേൾസും വെക്കുന്നത് മെൻസ്ട്രുവൽ കപ്പാണ്. അപ്പൊ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല, സോ എനിക്ക് അതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയില്ല. എന്റെ കംഫർട്ടിനെ പറ്റിയിട്ടൊന്നും കൂടുതൽ അറിയില്ല. ഞാൻ മെയിൻലി യൂസ് ചെയ്യുന്നത് പീരിയഡ് പാൻറ്റീസ് ആണ്. ഞാൻ ഇതിനു മുന്നേ യൂസ് ചെയ്തിരുന്നത് സാനിറ്ററി നാപ്കിൻസ് ആയിരുന്നു. പക്ഷെ എനിക്ക് നാപ്കിൻസിനെ കാട്ടി കൂടുതൽ എനിക്ക് സുഖം എന്ന് പറയുന്നത് ഒരു പീരിയഡ് പാൻറ്റി ആണ്. ഓക്കെ, അപ്പൊ ഞാൻ ഓരോന്നായിട്ട് പറയാം. ഇപ്പൊ നമ്മൾ സാനിറ്ററി നാപ്കിൻ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ നമ്മുടെ ഫ്രണ്ടിൽ കോട്ടൺ വരുന്ന രീതിയിൽ, അതായത് ഇപ്പൊ നമ്മുടെ വിസ്പറിന്റെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അറിയാം, വിസ്പർ അൾട്രാനൈറ്റ് ആണെന്ന് തോന്നുന്നു, അതിന്റെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അറിയാം ഒരു മുകളിൽ എന്ന് പറയുന്നത് ഒരു പ്ലാസ്റ്റിക് പോലത്തെ ഒരു കോട്ടിംഗ് ആണ്. അപ്പൊ അതൊക്കെ നമുക്ക് വജൈനയുടെ അവിടെ വയ്ക്കുമ്പോൾ ഒരു ഇറിറ്റേഷൻ ആണ്, അല്ലെ? അപ്പൊ കൂടുതലും മുകളിൽ ഇങ്ങനെ പഞ്ഞി പോലെ വരുന്നത്, അതൊരു സോഫ്റ്റ് ആയിട്ടുള്ള പാഡ്സ് യൂസ് ചെയ്യാൻ നോക്കുക. അപ്പൊ ഞാൻ റെക്കമെൻഡ് ചെയ്യണമെങ്കിൽ ന്യൂബയുടെ നല്ലതാണ് പാഡ്. പിന്നെ മറ്റേ ഇപ്പൊ പീരിയഡ് പാൻറ്റീസ് ആണ് ഞാൻ വിസ്പറിന്റെ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നല്ല അടിപൊളിയായിട്ട് ഞാൻ അതാ യൂസ് ചെയ്യുന്നത്. 360 ഡിഗ്രി പ്രൊട്ടക്ഷൻ ആണ്, എന്ത് വന്നാലും പോകത്തില്ല. അപ്പൊ എനിക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് 2 days എന്ന് പറയുന്നത് ഭയങ്കര ബ്ലീഡിങ് ആണ്. അപ്പൊ എന്തായാലും വാഷിങ് എപ്പോഴും ഇങ്ങനെ ഈ പാൻറ്റിയിലൊക്കെ ആയിട്ട് ഞാൻ എപ്പോഴും വാഷിംഗ് ആണ് ഞാൻ ചെയ്യാറ്. അപ്പൊ ഈ പീരിയഡ് പാൻറ്റി വന്നതിന് ശേഷം എനിക്ക് അതിൽ നിന്നൊക്കെ ഒരു റിലീഫ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് പീരിയഡ് പാൻറ്റിയുടെ കാര്യം. ടാംപോൺസിനെ പറ്റിയിട്ട് എനിക്ക് കൂടുതൽ അറിയില്ല, കാരണം ഓരോരുത്തർ ഓരോന്നാണ് പറയുന്നത്. ഞാൻ വെച്ചിട്ടില്ല, എനിക്ക് വെക്കുന്ന ഗേൾസിനെ അറിയില്ല, അപ്പം ഞാൻ ടാംപോൺസിനെ പറ്റി പറയുന്നില്ല. അടുത്തത് മെൻസ്ട്രൽ കപ്പിനെ പറ്റിയിട്ടാണ്. മെൻസ്ട്രൽ കപ്പ് ഇപ്പൊ എൻ്റെ 2-3 ഫ്രണ്ട്സ് ഒക്കെ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് ഏതൊക്കെ നല്ല ബ്രാൻഡ്സ് അങ്ങനെ എനിക്ക് അത് കറക്റ്റായിട്ട് അറിയില്ല. പക്ഷെ മെയിനായിട്ട് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് സ്റ്റെറിലൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ മെയിൻലി ചെയ്യേണ്ടത്. ഓരോ പീരിയഡ് സൈക്കിൾ കഴിയുമ്പോഴും നന്നായിട്ട് സ്റ്റെറിലൈസ് ചെയ്യുക, പിന്നെ നല്ല ബ്രാൻഡിന്റെ യൂസ് ചെയ്യുക. ഓക്കെ, ഇപ്പൊ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻറ്റെയിൻ പ്രോപ്പർ ഹൈജീൻ.
അതിനെ പറ്റിയിട്ടാണ് അടുത്ത ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഞാൻ പറയേണ്ട കാര്യങ്ങൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വജൈനൽ ഏരിയ നന്നായിട്ട് വാഷ് ചെയ്യുക. അത് ഈ വാഷ് ചെയ്യുന്ന ചിലവർ സോപ്പ് യൂസ് ചെയ്യുന്നുണ്ടാവും, ഈ സെന്റഡ് സോപ്സ് ഒക്കെ ചിലവർ യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലെ, അല്ലെങ്കിൽ ഇങ്ങനെ വജൈനൽ വാഷേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലെ. അപ്പൊ അതൊന്നും ആ ടൈമിൽ യൂസ് ചെയ്യാതിരിക്കുക. ഓക്കെ, സാധാരണ വെള്ളം വെച്ച് വജൈന കഴുകിയാൽ മതി, അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ വൈപ്പ് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് ഞാൻ അടുത്ത് സംസാരിക്കാൻ പോകുന്നത്. വൈപ്പ് ചെയ്യുന്നത് ഞാൻ ഇവിടെ ഇമേജ് കൊടുക്കാം. എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ടാണ് നമ്മൾ വൈപ്പ് ചെയ്യേണ്ടത്. അതായത് ഇവിടെയാണ് വജൈന എന്നുണ്ടെങ്കിൽ ഫ്രണ്ട് വജൈനയിൽ നിന്നാണ് നമ്മൾ വൈപ്പ് ചെയ്യേണ്ടത്. ചിലവർ ബാക്ക് ടു ഫ്രണ്ട് വൈപ്പ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ നമ്മൾ ഒരിക്കലും വൈപ്പ് ചെയ്യാൻ പാടില്ല. എന്തിനാ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുള്ള ഇൻഫെക്ഷൻസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ടിപ്പ് നമ്പർ 3, സ്റ്റേ ഡ്രൈ ആൻഡ് ക്ലീൻ. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാൻറ്റീസ് ഒക്കെ നമ്മൾ കോട്ടൺ പാൻറ്റീസ് വെയർ ചെയ്യാൻ നോക്കുക. അത് മാത്രമല്ല നമ്മൾ ലൂസായിട്ടുള്ള പാൻറ്റീസ് വെയർ ചെയ്യുക, ടൈറ്റ് ആയിട്ടുള്ളത് വെയർ ചെയ്യാതിരിക്കുക. അതാകുമ്പോൾ നമുക്ക് അതിലൊരു കംഫർട്ട് കിട്ടും, അത് മാത്രം ഇൻഫെക്ഷൻസ് തടയാൻ പറ്റും അല്ലേ. അപ്പൊ അതിനെ പറ്റിയിട്ടാണ് സ്റ്റേ ഡ്രൈ ആൻഡ് ക്ലീൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ക്ലീൻ ക്ലോത്ത് വെച്ച് നമ്മൾ വൈപ്പ് ചെയ്യുക. അതൊക്കെ തന്നെ നമുക്കറിയാലോ, സെയിം സാധനം. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് റിയലി ഇമ്പോർട്ടൻറ്റ്, എല്ലാവരും ഇത് ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്താന്ന് പറഞ്ഞാൽ ടിപ്പ് നമ്പർ 4, ഡിസ്പോസ് യൂസ്ഡ് പ്രോഡക്റ്റ് പ്രോപ്പർലി എന്ന് പറയുന്നത്. കറക്റ്റ് ആയിട്ട് ഇപ്പോൾ പാഡാണെങ്കിലും ഉപയോഗിച്ച പാഡാണെങ്കിലും ഒക്കെ നന്നായിട്ട് ഡിസ്പോസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. കാരണം എന്താന്ന് പറഞ്ഞാൽ ചില ഗേൾസ് ഈ യൂസ് ചെയ്ത പാഡ് എന്ത് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മളുടെ ക്ലോസറ്റിൽ ഇട്ടിട്ട് ഫ്ലഷ് ചെയ്യുന്നവരുണ്ട്. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഈ പ്ലംബിംഗ് പരിപാടി വീണ്ടും ചെയ്ത് അത് കുത്തി തുറന്ന് ഭയങ്കര പ്രശ്നമാണ്. അത് മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ പറയണത് എന്താന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ട് ഇൻസിനറേറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻസിനറേറ്ററിൽ ഇടുക. അല്ലാത്ത പക്ഷമാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ മാർക്കറ്റ്സിലൊക്കെ വളരെ നന്നായിട്ട് അവൈലബിൾ ആണ്. എനിക്ക് എത്ര രൂപയെന്ന് കറക്റ്റ് ഓർമ്മയില്ല, ഒരു 200-300 എണ്ണത്തിനൊക്കെ നമുക്ക് ഡിസ്പോസിബിൾ കവേഴ്സ് കിട്ടും, എക്കോ ഫ്രണ്ട്ലി ഡിസ്പോസിബിൾ കവേഴ്സ് കിട്ടും. ആ കവേഴ്സ് വാങ്ങിച്ച് അതിൽ പാഡ് ഇട്ട് അത് നന്നായിട്ട് ടൈ ചെയ്ത്, പാഡാണോ ടാമ്പോണാണോ ഇട്ട് ടൈ ചെയ്ത് നന്നായിട്ട് ഡസ്റ്റ്ബിന്നിൽ ഇടുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മുടെ മെൻസ്ട്രൽ കപ്സ് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് സ്റ്റെറിലൈസ് ചെയ്യുക. ഓക്കെ, അതാണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് കേട്ടോ. അടുത്തത് സ്റ്റേ ഹൈഡ്രേറ്റഡ് ആൻഡ് ഈറ്റ് ന്യൂട്രീഷ്യസ് ഫുഡ്. അതായത് നമ്മൾ ഈ പീരിയഡ്സിന്റെ സമയത്ത് നന്നായിട്ട് വെള്ളം കുടിക്കുക, പിന്നെ അയൺ റിച്ച് ആയ ഫുഡുകൾ കഴിക്കുക. അതായത് നമ്മുടെ ചീര അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ നന്നായിട്ട് കഴിക്കുക. പിന്നെ ഫെറ്റീഗ് മാറാൻ വേണ്ടിയിട്ട് വൈറ്റമിൻസും കഴിക്കുക. വൈറ്റമിൻസ് എന്ന് പറഞ്ഞാൽ സപ്ലിമെന്റ്സ് അല്ല, വൈറ്റമിൻസിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ, അതായത് ഓറഞ്ചും ആപ്പിളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കുക. ഓക്കെ, ഇപ്പം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ് പീരിയഡ് പെയിൻ ആൻഡ് ഡിസ്കംഫർട്ട്. ഓക്കെ, അതെന്താന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ പീരിയഡ്സ് ഉണ്ടാവുന്ന സമയത്ത് ഗേൾസിന് ഭയങ്കര ഡിസ്കംഫർട്ട് ഉണ്ടാവും, പെയിൻ ഉണ്ടാവും അല്ലേ. അപ്പൊ ഇപ്പൊ എൻ്റെ ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ എനിക്ക് പീരിയഡ്സിന്റെ സമയത്ത് ഭയങ്കരമായിട്ട് അടിവയർ വേദന വരാറുണ്ട്, നല്ല മൂഡ് സ്വിങ്സ് വരാറുണ്ട്. ഓക്കെ, ഇപ്പൊ ഓരോ ഗേൾസിനും അത് ഡിഫർ ചെയ്യും. ചിലവർക്ക് ഭയങ്കര ഛർദിലായിരിക്കും, അങ്ങനെ ഓരോന്നും ഡിഫർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇപ്പൊ നല്ല അടിവയർ വേദനയൊക്കെ വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത്, നമുക്ക് ക്രാം കംഫോർട്സ് കിട്ടും. ഞാൻ യൂസ് ചെയ്യുന്നത് ന്യൂവേഡതാണ്. ന്യൂവേഡത് എന്ന് പറയുന്നത് നല്ല സാധനമാണ്. ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങുന്ന എൻട്രൻസ് റിപ്പീറ്റിന്റെ ടൈമിലാണ് ഈ ക്രാം കംഫർട്ട് യൂസ് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പൊ അത് ഞാൻ വാങ്ങിച്ച് അത് യൂസ് ചെയ്തപ്പോൾ എന്താ പറയുക, എനിക്ക് ഭയങ്കര ഒരു വല്ലാത്തൊരു സുഖമാണ് കിട്ടിയത്. കാരണം എന്ന് പറഞ്ഞാൽ മറ്റേതാണെങ്കിൽ നമ്മൾ ഹോട്ട് ബാഗിൽ വെള്ളം തിളപ്പിച്ച് ഒഴിച്ച് വെക്കണം. ഇതങ്ങനെ ഒന്നുമില്ല, ഒരു 8 hours കംപ്ലീറ്റ്ലി നമുക്കിത് വെച്ച് കിടന്നുറങ്ങാൻ സാധിക്കും. അതാണ് ന്യൂവേഡത് എന്ന് പറയുന്നത്. നമുക്ക് വേറെയും ഇത് ക്രാം കംഫർട്ട്സ് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. പക്ഷെ ഞാൻ അതിനെപ്പറ്റി സംസാരിക്കാത്തത്, എനിക്ക് അതിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല. എനിക്ക് ന്യൂവേഡതേ അറിയത്തുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ന്യൂവേഡത് തന്നെ സംസാരിക്കുന്നത്. ഓക്കെ, അതാണ് കാര്യം. പിന്നെ ഇപ്പൊ ചിലവർക്കെന്ന് പറയുന്നത് ഇപ്പൊ ഛർദിലുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പൊ ഭയങ്കര സഹിക്കാൻ പറ്റാത്ത വേദന ഉണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചുമ്മാ പോയി ഫാർമസിയിൽ നിന്ന് മരുന്ന് വാങ്ങിച്ച് കഴിക്കാതെ ഡോക്ടറെ കണ്ട് മരുന്നെടുക്കുക.
അല്ലാതെ വെറുതെ പോയിട്ട് മരുന്ന് എടുക്കരുത്. കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ ഫാർമസിയിലൊക്കെ പോയിട്ട് വേദനയാണ്, പീരിയഡ്സിന് വേദനയാണ്, അതിനെന്താ കഴിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഫാർമസിയിൽ നിന്ന് മരുന്നുകൾ കിട്ടുന്നുണ്ട്. അപ്പൊ അതങ്ങനെ വാങ്ങരുത്. കാരണം അത് നിങ്ങൾക്ക് തന്നെ ദൂഷ്യം ചെയ്യും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. അടുത്ത എന്താന്ന് പറഞ്ഞാൽ ഇപ്പൊ പീരിയഡ്സ് കഴിയുമ്പോൾ ഒരു പീരിയഡ് ട്രാക്കറോ ഏതെങ്കിലും നമ്മുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അതിന് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് അടുത്ത പീരിയഡ്സ് എന്താണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. കാരണം എന്താന്ന് പറഞ്ഞാൽ ചില സമയത്ത് ഈ സാധനം രാത്രിയൊക്കെയാണ് വരുന്നത്. പാഡൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പണി കിട്ടും. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പൊ അത്ര ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ ഫോർ മോർ വീഡിയോസ്. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ കാണുന്നത് വരെ സ്റ്റേ ട്യൂൺഡ്. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.